നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഊട്ടിക്ക് വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ എടുത്താൽ പോരെ, ബട്ട് ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത്. ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണം, നേരിട്ട് ബുക്കിംഗ് ഇല്ല. ഓൺലൈൻ ബുക്ക് ചെയ്താൽ അവിടെ എത്തിയാൽ പൈസ കൂട്ടി പറയാൻ എന്ന പേടി വേണ്ട. ചില ഹോട്ടലുകാർക്ക് അങ്ങനെ ചില പരിപാടികളുണ്ട്. ഞാൻ നേരിട്ട് ചെന്നപ്പോൾ ഏതെങ്കിലും ആപ്പ് ത്രൂ അതിൽ കാണുന്ന റേറ്റിന് ബുക്ക് ചെയ്തോളൂ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഈ ഒരു മുറിയിലാണ് ടേബിൾ ഫുട്ബോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത മുറിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഗെയിമൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചെസ്സ്, കാർഡ്സ്, ക്യാരം ബോർഡ് ഒക്കെ കളിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഗെയിം മാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവർ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യട്ടോ. ചെറിയൊരു പ്രൊജക്ടറും ഇവിടെയുണ്ട്. ഞാൻ ഇനി ബെഡ്റൂം ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഡോർ അൺലോക്ക് ചെയ്യുന്നത് ഇവരുടെ ഗോസ്റ്റോപ്പ് എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു 8 ബെഡഡ് റൂമാണ്. ഇതുപോലെ 12 ബെഡഡ് ആൻഡ് 6 ബെഡഡ് റൂംസും അവൈലബിൾ ആണ്. റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇവിടെ ഓരോരുത്തർക്കും ലോക്കർ സൗകര്യമുണ്ട്. ലോക്കർ അൺലോക്ക് ചെയ്യുന്നത് മാപ്പ് ഉപയോഗിച്ച് തന്നെയാണ്. നല്ല വൃത്തിയുള്ള ബെഡായിരുന്നു. പുസ്തകമൊക്കെ വായിച്ചിരിക്കാൻ സൗകര്യത്തിൽ ചെറിയൊരു ലൈറ്റും ചെറിയൊരു ഫാനും ഇതിനകത്തുണ്ട്. ഊട്ടി അതുകൊണ്ട് AC ഇവിടെ ആവശ്യമില്ലല്ലോ. ഇതുപോലത്തെ ഡോർമിറ്ററി കൂടാതെ ഡബിൾ ബെഡ് റൂമുകളും ഇവിടെ അവൈലബിൾ ആണ്. ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. ഡോർമിറ്ററിയിൽ കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത്. ഇവരുടെ ഈ ആപ്പ് ത്രൂ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ അതിലെ ചാറ്റ് റൂം എന്ന ഓപ്ഷനിലൂടെ അവിടെ നമ്മളെ പോലെ സ്റ്റേ ചെയ്യുന്നവരായി നമുക്ക് സംസാരിക്കാനും പറ്റും. അതുപോലെ അവിടെ എന്തെങ്കിലും ഇവന്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആപ്പിൽ കാണാൻ കഴിയും. ഗോസ്റ്റോപ്സ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് വരുന്നത്. ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണുള്ളത്. ഊട്ടിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ നിങ്ങൾ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തോളൂ.